കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ വിവേചനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തുടനീളം ഇടതുമുന്നണി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭം ആരംഭിച്ചു. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ സഹായങ്ങൾ നൽകാൻ തയ്യാറാവാത്തതുൾപ്പെടെ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെയാണ് ഇടതുമുന്നണിയുടെ മാർച്ചും ധർണയും നടക്കുന്നത്. ഇന്ന് രാവിലെ 10:30 പ്രതിഷേധം ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലുമാണ് സമരം നടക്കുന്നത്. രാജ്ഭവന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനമായാണ് പ്രവർത്തകരെത്തിയത്. പ്രക്ഷോഭം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ഉപരോധം ചീഫ് വിപ്പ് N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ മാത്യു ടി തോമസും, ആലപ്പുഴയിൽ PK ശ്രീമതി ടീച്ചറും, ഇടുക്കിയിൽ അഡ്വക്കേറ്റ് K പ്രകാശ് ബാബുവും, എറണാകുളത്ത് PC ചാക്കോയും, തൃശൂരിൽ KP രാജേന്ദ്രനും, പാലക്കാട് A വിജയരാഘവനും, മലപ്പുറത്ത് എളമരം കരീമും, കോഴിക്കോട് ശ്രേയംസ് കുമാറും, വയനാട് അഹമ്മദ് ദേവർകോവിലും, കണ്ണൂരിൽ EP ജയരാജനും, കാസർഗോഡ് E ചന്ദ്രശേഖരനുമാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. ഇതിനിടെ മുണ്ടക്കൈ ദുരന്ത പുനരധിവാസത്തിനുള്ള കേന്ദ്ര സഹായം എത്രയും വേഗം അനുവദിക്കണമെന്ന് കേരളത്തിലെ MP-മാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ആവശ്യപ്പെട്ടു. മുണ്ടക്കൈ ദേശീയ ദുരന്തമായി അല്ലെങ്കിൽ L3 വിഭാഗത്തിൽ വരുന്ന ഗുരുതര സ്വഭാവത്തിലുള്ള പ്രകൃതിക്ഷോഭമായോ പ്രഖ്യാപിക്കണം. സംസ്ഥാനം ആവശ്യപ്പെട്ട 2221 കോടി രൂപ എത്രയും വേഗം അനുവദിക്കണമെന്നും MP-മാർ ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടു. അതിനുള്ള മറുപടി ഇന്ന് വൈകുന്നേരത്തോടെ നൽകാമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത MP-മാരുടെ യോഗത്തിലെ തീരുമാനപ്രകാരമാണ് LDF, UDF MP-മാർ ഒരുമിച്ച് അമിത്ഷായെ കണ്ടത്. പ്രധാനമന്ത്രിക്കും നിവേദനത്തിന്റെ പകർപ്പ് കൈമാറിയിട്ടുണ്ട്. ആദ്യമായാണ് കേരള MP-മാർ വിഷയത്തിൽ ഒന്നിച്ച് കേന്ദ്രത്തെ സമീപിക്കുന്നത്. UDF MP-മാർ കേരളത്തിന് വേണ്ടി ശബ്ദിക്കാത്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സജീവ ചർച്ചയായിരുന്നു. തൃശൂർ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ അംഗം PT ഉഷ എന്നിവരൊക്കെ അതിൽ നിന്നും വിട്ടുനിന്നു. ഉരുൾപൊട്ടലിൽ 2221 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് MP-മാർ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞു. പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുകയും സഹായം വാഗ്ദാനം നൽകുകയും ചെയ്തതാണ്. വിശദമായ നിവേദനം കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഇതുവരെ ഒരു പൈസയും അനുവദിച്ചിട്ടുമില്ല. ഇത് കേരളത്തോടും വയനാട്ടിലെ ജനങ്ങളോടും കാട്ടുന്ന കടുത്ത വിവേചനമാണെന്നും MP-മാർ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള MP-മാരുമായാണ് ആഭ്യന്തരമന്ത്രിയെ കണ്ടത്.